സാൻഡോ കത്തോലിക്ക ആപ്പ് നിരന്തര പ്രാർത്ഥനകളും ജപമാലകളും ലൈവ് ശുശ്രൂഷകളും നാം വിസ്മരിച്ചു പോയ പ്രാർത്ഥനകളുമെല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ. സാൻഡോ ആപ്പിൻ്റെ പ്രീമിയം വേർഷൻ സ്വന്തമാക്കുവാൻ നിങ്ങളോട് ഞാനും അഭ്യർത്ഥിക്കുന്നു. അതൊരു കൈത്താങ്ങു കൂടിയാണ്. ഈ ആപ്ലിക്കേഷൻ ലോകോത്തരമാക്കാൻ, ലോക സുവിശേഷവൽക്കരണത്തിൻ്റെ ഭാഗമാക്കുവാൻ എൻ്റെയും നിങ്ങളുടെയും കൈത്താങ്ങ്. ഒപ്പം ഈ നാളുകളിൽ സാൻഡോ കിഡ്സും നമ്മിലേക്ക് വരികയാണ്. ഉന്നതമായ നിലവാരമുള്ള കാർട്ടൂണുകളും വെർച്വൽ റിയാലിറ്റിയിലൂടെ കുഞ്ഞുങ്ങളെ തേടിയുള്ള ആധ്യാത്മിക ശ്രമങ്ങളും. ദൈവം ഈ ശുശ്രൂഷ വേദിയെ ഉയർത്തട്ടെ. അൽത്താരയിൽ അനുതാപമോടെ അണിചേർന്നിട അൽത്താരയിൽ അനുതാപമോടെ അണിചേർന്നിട ബലിയേകിട ബലിയർപ്പകനൊപ്പം ബലിയായിട ബലവാന സ്തുതി പാടിട ബലിയർപ്പകനൊപ്പം ബലിയായിട ബലവാന സ്തുതി പാടിട അൽത്താരയിൽ അനുതാപമോടെ അണിചേർന്നിട അൽത്താരയിൽ അനുതാപമോടെ അണിചേർന്നിട ബലിയേകിട. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. കർത്താവിന്റെ ബലിയർപ്പണത്തിൽ നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നത് പ്രിൻസി, എവലിൻ, ജിറ്റോ, ചാക്കോച്ചൻ, അന്നമ്മ, ലൂസി, എബ്രഹാം, സിനു, തോംസൺ, സുമ, അഖിൽ ജോ, ജിമ്മി, ആൽഫിൻ ആൻഡ് ഏവിൻ എന്നീ സഹോദരങ്ങളെയാണ് നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുക. അവരുടെ നിരവധിയായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം നമുക്ക് സമർപ്പിക്കാം. ഈശോ എന്ന സുവിശേഷത്തിൽ തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരുന്നവൻ മാത്രമാണ് അനുഗ്രഹിക്കപ്പെടുക എന്ന് ഈശോ സുവിശേഷത്തിൽ എടുത്തു പറയുമ്പോൾ നമുക്ക് ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന കുരിശുകളും എടുത്തുകൊണ്ട് ഈശോയുടെ പിന്നാലെ അവിടെ ഇവിടെയും ഒന്നും പോകാതെ ഈശോയുടെ പിന്നാലെ പോകുവാനായിട്ട് ഈശോ കൂടുതൽ അപ്പോൾ നമ്മളെ ശക്തരാക്കുകയും കൂടുതൽ നമുക്ക് ജീവിതം സന്തോഷപൂർവ്വം എന്ത് സഹനങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് സാധ്യമാക്കി തരികയും ചെയ്യും എന്ന് ഈശോ ഉറപ്പ് നൽകുകയാണ്. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളും എല്ലാ ആവശ്യങ്ങളും പ്രത്യേകമായിട്ട് ഇവിടെ സമർപ്പിച്ച പേരുകൾ, അവരുടെ ജീവിതങ്ങൾ, അവരുടെ ആവശ്യങ്ങളെല്ലാം പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ചെയ്തുപോയ എല്ലാ തെറ്റുകളെയും കുറിച്ച് ഓർത്ത് ആത്മശോധന ചെയ്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേരിച്ചെല്ലാം. സർവശക്തനായ ദൈവത്തോടും സഹോദരൻ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യക പരിശുദ്ധമറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത്
നമ്മൾ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ പ്രേരണയാൽ ഞങ്ങളെ പ്രവർത്തികൾ സമാരംഭിക്കുന്നതിനും അങ്ങേ സഹായത്താൽ പൂർത്തീകരിക്കുന്നതിനും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും എപ്പോഴും അങ്ങിൽ നിന്ന് ആരംഭിച്ചവ അങ്ങ് വഴി പൂർത്തീകരിക്കാനും ഇടയാകുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ് അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടില്ലേണമേ. ആമേൻ. ഒന്നാം വായന. ഇന്നേ ദിവസം നിങ്ങളുടെ മുൻപിൽ ഞാനൊരു അനുഗ്രഹവും ശാപവും വയ്ക്കുന്നു. അക്കാലത്ത് മോശ ജനക്കൂട്ടത്തോട് പറഞ്ഞു, ഇതാ ഇന്നു ഞാൻ നിന്റെ മുൻപിൽ ജീവനും നന്മയും മരണവും തിന്മയും വെച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതനുസരിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്താൽ നീ ജീവിക്കും. നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കും. എന്നാൽ ഇവയൊന്നും കേൾക്കാതെ നിന്റെ ഹൃദയം വ്യതിചലിക്കുകയും അന്യദേവന്മാരെ ആരാധിക്കുന്നതിനും അവരെ സേവിക്കുന്നതിനുമായി വശീകരിക്കപ്പെടുകയും ചെയ്താൽ നീ തീർച്ചയായും നശിക്കുമെന്നും ജോർദാൻ കടന്ന് കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് ദീർഘകാലം ജീവിക്കുകയില്ലെന്നും ഇന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഞാൻ നിന്റെ മുൻപിൽ വച്ചിരിക്കുന്നു എന്നതിന് ആകാശത്തെയും ഭൂമിയെയും ഞാൻ ഇന്ന് നിനക്കെതിരായി സാക്ഷിയാക്കുന്നു. നീയും നിന്റെ സന്തതികളും ജീവിക്കേണ്ടതിന് ജീവൻ തിരഞ്ഞെടുക്കുക. നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് അവിടത്തെ വാക്കുകേട്ട് അവിടത്തോട് ചേർന്ന് നിൽക്കുക. നിനക്ക് ജീവനും ദീർഘായുസ്സും ലഭിക്കും. നിന്റെ പിതാക്കന്മാരായ അബ്രഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് കർത്താവ് ശപഥം ചെയ്ത ദേശത്ത് നീ വസിക്കുകയും ചെയ്യും. കർത്താവിന്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ഭാഗ്യവാൻ. ദുഷ്ടരുടെ ഉപദേശം സ്വീകരിക്കുകയോ പാപികളുടെ വഴിയിൽ വ്യാപരിക്കുകയോ പരിഹാസരുടെ പീഠങ്ങളിലിരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ. അവന്റെ ആനന്ദം കർത്താവിന്റെ നിയമത്തിലാണ്. രാവും പകലും അവൻ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നു. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും ഇലകൊഴിയാത്തതുമായ വൃക്ഷം പോലെയാണവൻ. അവന്റെ പ്രവൃത്തികൾ സഫലമാകുന്നു. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ദുഷ്ടർ ഇങ്ങനെയല്ല, കാറ്റു പറത്തുന്ന പതിരു പോലെയാണവർ. കർത്താവ് നീതിമാന്മാരുടെ മാർഗം അറിയുന്നു. ദുഷ്ടരുടെ മാർഗം നാശത്തിൽ അവസാനിക്കും. കർത്താവിനെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. കർത്താവായ യേശുവേ, അങ്ങേക്ക് സ്തുതിയും പുകഴ്ചയും. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അങ്ങേ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ. കർത്താവായ യേശുവേ, അങ്ങേക്ക് സ്തുതിയും പുകഴ്ചയും. സർവശക്തനായ ദൈവമേ, അവിടുത്തെ വിശുദ്ധ സുവിശേഷത പ്രഘോഷിക്കുന്നതിന് എൻ്റെ ഹൃദയത്തെയും മധുരങ്ങളെയും സംസിദ്ധമാക്കിയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ പുരോഹിത പ്രമുഖന്മാർ നിയമം നിറഞ്ഞവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അവൻ എല്ലാവരോടുമായി പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നതിനെ നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി സ്വജീവൻ നഷ്ടപ്പെടുന്നവനെ അതിനെ രക്ഷിക്കും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും അതെന്നെ തന്നെ നശിപ്പിക്കുകയോ ചെയ്താൽ അവൻ എന്ത് പ്രയോജനം? കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങളുടെ കറ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. സാദരമങ്ങേ പാവനപാദം തേടി വരുന്നു ഞങ്ങളിതാ, കാഴ്ചകളേന്തും താലവുമായി
നിൽപ്പൂ നിന്നുടെ സന്നിധിയിൽ സാദരമങ്ങി പാവനപാദം തേടി വരുന്നു ഞങ്ങളിതാ കാഴ്ചകളേന്തും താലവുമായി നിൽപ്പൂ നിന്നുടെ സന്നിധിയിൽ. സഹോദരങ്ങളെ, നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങൾ നന്ദി ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, വിശുദ്ധ അൾത്താരയിൽ ഞങ്ങൾ നിവേദിക്കുന്ന ബലിവസ്തുക്കൾ ദയാപൂർവ്വം തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഞങ്ങൾക്ക് പാപമോചനം പ്രദാനം ചെയ്തുകൊണ്ട് അവ അങ്ങേ നാമത്തിന് മഹത്വം നൽകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടില്ലേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് പ്രകാശിപ്പിക്കാം. അതിജിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവ്വസ്വനത്തിനുമായ ദൈവമേ, ഞങ്ങളെ കർത്താവായ ക്രിസ്തു എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾക്ക് തന്നെ അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവിനായ യോഗ്യവും രക്ഷാകരമാണല്ലോ. എന്നാൽ നിർമ്മല മാനസരെ ആഹ്ലാദവും ആണ്ടുതോറും അസാരസം പ്രതീക്ഷിക്കാൻ അങ്ങേ വിശ്വാസം കരുതി അനുഗ്രഹിച്ചുവല്ലോ. അങ്ങനെ അവർ നവജന്മം പ്രാപിച്ച രഹസ്യങ്ങളിൽ കൂടെ കൂടെ പങ്കുചേർന്ന് ഭക്തകൃത്യങ്ങളും പരസ്നേഹ പ്രവൃത്തികളും കൂടുതൽ തീക്ഷ്ണത നിർവഹിച്ചുകൊണ്ട് മക്കളെ കൃപാവന പൂർണ്ണിമയിലേക്ക് എത്തിച്ചേരുമാറാകട്ടെ. ആകയാൽ മലാഖമാരോടും പ്രധാന മലാഖമാരോടും മുദ്രാസന്മാർ ദീശന്മാരോടും സ്വർഗീയ സൈന്യത്തിലെ എല്ലാ വൃതങ്ങളോടും ഒത്തവരാം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിന്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവ്വവിശുദ്ധിയുടെ ഉറവിടമായ സത്യമായ പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞകണം പോലെ കാണിക്കകൾ പവിത്രമാക്കണം. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നൊറ്റി കൊടുക്കപ്പെട്ട് സമനസാലപിടകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീണ്ടും അങ്ങേ കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അളിച്ചത് എല്ലാവരും വാങ്ങിയതിൽ നിന്ന് കുടിക്കുന്നതിനാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന രക്തത്തിന് നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങ് മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉറപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഈശോയ്ക്ക് നമുക്ക് നന്ദി അർപ്പിക്കാം. ഈശോ നൽകിയ അനുഗ്രഹങ്ങളെല്ലാം ഓർക്കാം. സമാധാനങ്ങൾ, സന്തോഷങ്ങൾ, ഈശോ സൗഖ്യം നൽകിയ നിമിഷങ്ങളെല്ലാം ഓർത്ത് നന്ദി പറയുക. നല്ല മാതാപിതാക്കൾ നൽകിയതിന്, സഹോദരങ്ങൾ നൽകിയതിന്, ബന്ധുക്കളെ മിത്രങ്ങൾ നൽകിയതിന്, ജീവിത പങ്കാളി നൽകിയതിന് എല്ലാത്തിനും ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ സമർപ്പിക്കുന്ന നിയോഗങ്ങൾ ഒരിക്കൽ കൂടി ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കാം. പ്രിൻസിയെയും എവലിനെയും ജിറ്റോയെയും ചാക്കോച്ചൻ അന്നമ്മയെയും ലൂസി എബ്രഹാമിനെയും സിനുവിനെയും തോംസിനെയും സുമയെയും അഖിൽ ജോ ജിമ്മിയെയും ആൽഫിനെയും ഐബിനെയും പ്രത്യേകമായിട്ട് ഈശോയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതങ്ങളെ ഈശോ ശക്തമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഈ സാന്തോ മിഷൻ എന്ന ചാനലിലൂടെ നമുക്ക് കുർബാന നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ജോഫിനെയും എബിനെയും ജിക്സിനെയും ഗ്ലെന്നെയും ക്രിസ്റ്റിയെയും ഈശോയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് പ്രത്യേകമായിട്ട് നമുക്ക് ഒരുമിച്ച് ആ കർത്താവിൻ്റെ ശക്തി അവരുടെ മേൽ ധാരാളം ശരിയപ്പെടാൻ, അവരുടെ പ്രവർത്തനങ്ങളെല്ലാം സജീവമാകാൻ അനുഗ്രഹിക്കണമെന്ന് താഴ്മയോട് പ്രാർത്ഥിക്കാം. ആകൽ കർത്താവിനടുത്ത് മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമ്പി നിൽക്കുന്നതിനും അങ്ങേ പ്രചരിക്കുന്നതിനും അർഹരാക്കി തീർന്ന് പറഞ്ഞുകൊണ്ട് ജീവന്റെ പരീക്ഷയുടെ മാനപാത്രം ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും പങ്കുചേർന്ന് ഞങ്ങൾ പരിശുദ്ധാത്മാവിൽ നയിച്ചെടുക്കണമേ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകം വപിച്ച് കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങൾ ഫ്രാൻസിസ് പാപ്പായോട്, ഞങ്ങൾ ഇരുപത അഡ്മിനിസ്ട്രേറ്ററായിരിക്കുന്ന ജെയിംസ് പിതാവിനോടും വ്യതിഗണത്തോടും അത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിലകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്നുള്ള പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവ് ഒരു സൈനിക്കാൻ വരുത്തുന്ന കനികയുടെ ഭർത്താവായ മകയുടെ പിതാവിനോടും അനുഗ്രഹീതരായ പുസ്തകന്മാരോടും കലാകാലം സ്ഥാപിച്ച സ്ഥല വിസ്തരോടുമൊത്ത് ഇതിൽ പങ്കുചേരാൻ ഞങ്ങൾ അർഹരാക്കിയ പുത്രനായ യേശുക്രിസ്തു ഞങ്ങളെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.
ക്രിസ്തുവിനോട് ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവായ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ബുദ്ധരായും ദൈവോപദേശരവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും മോചിപ്പിച്ച് ജനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണ്ണമായ വൃത്തിയാശ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമന പ്രതീക്ഷയോട് അങ്ങേ കരുണയുടെ സഹായത്തെ പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നതിന്റെ സമാധാനം നൽകാൻ തരുന്ന പൂസ്തലം വിശുദ്ധ കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെ സഭയുടെ വിശ്വാസികൾ പ്രാർത്ഥന തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനം ഐക്യം നൽകാൻ കഴിയണമേ. ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടില്ലേണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ, ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ക്രിസ്തുവിന്റെ സമാധാനം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരത്തിൽ നമുക്ക് സ്വീകരിക്കും. നമുക്ക് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നത്. ഈ ദിവ്യ കുഞ്ഞാട് ബിരുദന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. സുഖം പ്രാപിക്കും. ക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരത്വവും എന്റെ ജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കൊള്ളാനും ഞങ്ങൾക്ക് അത് ഭൗതികമായ വർഷമായി ഭവിക്കാനും ഇടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയദാനത്തിന് അനുഗ്രഹം സ്വീകരിച്ച് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇത് എന്നും ഞങ്ങളുടെ പാവനത്തിൻ്റെ രക്ഷയ്ക്കും കാരണമായി ഭവിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. അങ്ങേ ജനത്തിന് നിത്യജീവന്റെ മാർഗങ്ങൾ വെളിപ്പെടുത്തി സർവശക്തനായ ദൈവമേ, അതേ മാർഗങ്ങളിലൂടെ അങ്ങേ പ്രകാശമായ അങ്ങിൽ എത്തിച്ചേരാൻ ഞങ്ങൾക്ക് ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. വികാരനാഥേ പരിശുദ്ധമറിയമേ, പിതാവേ, സകല വിശുദ്ധരെ, സകല മലാഖമാരെ അപേക്ഷിക്കണമേ. ദയുള്ള മാതാവേ, ചൊല്ലി ബാല്യം
മുതലേ ഞാൻ വളർന്നു എന്നുടെ നിഴലാ നിത്യസഹായമായി മാതാവെന്നും കൂടി വന്നു. മാതാവിൻ ചിത്രമുള്ളുത്തരിയം അമ്മച്ചി എന്നെ അണിയിച്ചു. മാതാവെന്നും നിന്നെ കാത്തുകൊള്ളും കുഞ്ഞി വാത്സല്യമായി കാതിൽ മന്ത്രിച്ചു. ഇത്രയും ദയുള്ള മാതാവേ ചൊല്ലി ബാല്യം മുതലേ ഞാൻ വളർന്നു എന്നുടെ നിഴലായി നിത്യസഹായമായി മാതാവെന്നും കൂടി വന്നു. സാൻഡോ കത്തോലിക്ക ആപ്പ് നിരന്തര പ്രാർത്ഥനകളും ജപമാലകളും ലൈവ് ശുശ്രൂഷകളും നാം വിസ്മരിച്ചു പോയ പ്രാർത്ഥനകളുമെല്ലാം നമ്മുടെ വിരൽത്തുമ്പിൽ. സാൻഡോ ആപ്പിൻ്റെ പ്രീമിയം വേർഷൻ സ്വന്തമാക്കുവാൻ നിങ്ങളോട് ഞാനും അഭ്യർത്ഥിക്കുന്നു. അതൊരു കൈത്താങ്ങു കൂടിയാണ്. ഈ ആപ്ലിക്കേഷൻ ലോകോത്തരമാക്കാൻ, ലോക സുവിശേഷവൽക്കരണത്തിൻ്റെ ഭാഗമാക്കുവാൻ എൻ്റെയും നിങ്ങളുടെയും കൈത്താങ്ങ്. ഒപ്പം ഈ നാളുകളിൽ സാൻഡോ കിഡ്സും നമ്മിലേക്ക് വരികയാണ്. ഉന്നതമായ നിലവാരമുള്ള കാർട്ടൂണുകളും വെർച്വൽ റിയാലിറ്റിയിലൂടെ കുഞ്ഞുങ്ങളെ തേടിയുള്ള ആധ്യാത്മിക ശ്രമങ്ങളും. ദൈവം ഈ ശുശ്രൂഷാ വേദിയെ ഉയർത്തട്ടെ.